കോലാലംപൂരിലുള്ള പെറ്റാലിംഗ് സ്ട്രീറ്റ് അഥവാ ചൈന ടൗൺ ആണിത്. Fresh sweet fruit, that's the key. വിനോദസഞ്ചാരികളും നാട്ടുകാരും സാധാരണക്കാരും എല്ലാം തന്നെ തിങ്ങി നിറയുന്ന ഒരു തെരുവാണ് ഈ ചൈന ടൗൺ. ഒട്ടേറെ റെസ്റ്റോറൻറ്റുകൾ, ഭക്ഷണ സ്റ്റാളുകൾ, കടകൾ, ഷോപ്പിംഗ് മാളുകൾ എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് ഈ ചൈന ടൗൺ. ഇവിടുത്തെ കച്ചവടക്കാർ പ്രധാനമായും ചൈനക്കാരാണ്. എന്നാൽ ഇന്ത്യക്കാരും മലായി, ബംഗ്ലാദേശി വ്യാപാരികളും ഇവിടെയുണ്ട്. യഥാർത്ഥ ചൈന ടൗൺ മാർക്കറ്റ് സ്ക്വയർ കേന്ദ്രീകരിച്ചാണുള്ളത്. നഗരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന സ്ട്രീറ്റ് വളരെ ജനപ്രിയമായി തീർന്നു. ഇത് സമ്പന്നരായ ജനങ്ങളെ ഇവിടെ അവരുടെ കടകൾ പണിയാൻ പ്രേരിപ്പിച്ചു. തൽഫലമായി കൂടുതൽ അലങ്കരിച്ച ഷോപ്പ് ഹൗസുകൾ ജലാൽ ചെങ് ലോക്കിന് വടക്ക് ഹൈസ്ട്രീറ്റ് ബിസിനസ് സെൻറ്ററിന് അടുത്തായി നിർമ്മിക്കപ്പെട്ടു. പെറ്റലിംഗ് സ്ട്രീറ്റിൻ്റെ തെക്ക് വശത്ത് നിന്ന് കോലാലംപൂരിലെ ചൈന ടൗണിലേക്ക് പോകുന്ന റോഡ് വളരെ എളുപ്പത്തിലെത്താവുന്ന ഒരു റോഡാണത്. നിരവധി തുണി കടകൾ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു ചൈനീസ് പുസ്തകശാല ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നു. കരകൗശല വസ്തുക്കൾ, പലതരത്തിലുള്ള ആഭരണങ്ങൾ തുടങ്ങിയവയുടെ കടകൾ വളരെ വിപുലമായ തോതിൽ തന്നെ ഇവിടെയുണ്ട്. ഹൈനാനീസ് ചിക്കൻ റൈസ് നൂഡിൽസ് പോലുള്ള വൈവിധ്യമാർന്ന പ്രാദേശിക ഭക്ഷണങ്ങൾ വിൽക്കുന്ന ഭക്ഷണശാലകൾ ഇവിടെയുണ്ട്. മോറിഷ് വാസ്തുവിദ്യയുടെ പഴയ ഒരു മസ്ജിദായ ജമേക്ക് മസ്ജിദും സെൻട്രൽ മാർക്കറ്റും സമീപത്ത് തന്നെയുണ്ട്. കോലാലംപൂരിലെ പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നായ ശ്രീ മഹാമാരിയമ്മൻ ക്ഷേത്രം ഏറ്റവും പഴക്കമേറിയതും സമ്പന്നവുമായ ഒരു ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നാണ്. ദിനംപ്രതി നിരവധി ഭക്തരെയും വിനോദസഞ്ചാരികളെയും സ്വീകരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇതിന് സമീപത്തുള്ള ഈ ക്ഷേത്രം. 2003 സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നതിനായി 2 വലിയ ചൈനീസ് കമാനങ്ങൾ തെരുവിൻ്റെ രണ്ടറ്റത്തും സ്ഥാപിച്ചപ്പോൾ ഈ പെറ്റലിംഗ് സ്ട്രീറ്റ് വളരെ ആകർഷകമായി തീർന്നു. കൂടാതെ ഗ്രീൻ ഡ്രാഗൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പച്ച മേൽക്കൂര കവർ നിർമ്മിച്ചു. ഇപ്പോൾ ഈ തെരുവ് ഒരു പൈതൃക സ്ഥലമായി കണക്കാക്കപ്പെടുന്നു.